الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب صدق الله مولانا العلي العظيم صدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين വന്ദിരിൽ വന്ദിരായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ മഹാന്മാരായ ഉസ്താദുമാരെ, നാടിൻ്റെയും സമൂഹത്തിൻ്റെയും ദാറുൽ ഹുദായുടെയും ചുക്കാൻ പിടിക്കുന്ന ബഹുമാന്യരായ ഉമറാക്കളെ, കാലപുരുഷനായ ഖുതുബുസ്സമാൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ അതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യ സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ മഹത്തായ ആണ്ടനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള മതപ്രഭാഷണ പരിപാടി ശ്രമിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന്റെ സച്ചരിതരായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ സർവ പരിസരങ്ങളിലും സൂക്ഷ്മതയും സൽസ്വഭാവവും നിലനിർത്തുന്ന സത്യവിശ്വാസ പ്രകാശ ധാവല്യം തുടിക്കുന്ന നല്ല ഒരു ജീവിതം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ ദയാവായ്പിലും അവന്റെ വാത്സല്യ വർഷത്തിലും കരുണാ കടാക്ഷത്തിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട്
സന്താനങ്ങൾ സുഹൃതങ്ങൾ എന്ന വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ലോകത്ത് ജീവിച്ച് മൺമറഞ്ഞു പോയവരായ എല്ലാ മഹത്തുക്കളും നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം സൂറത്തുൽ ഫുർഖാനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് നല്ല സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കാരണം സന്താനങ്ങൾ മനുഷ്യജന്മത്തിന്റെ സുഹൃതങ്ങളാണ്. ഹൃദയത്തിൽ വസന്തം തീർത്തു തരേണ്ടവരാണ്. ആത്മാവിന് വെളിച്ചം പകരേണ്ടവരാണ്. കരളിൽ കുളിർച്ചോരി ഒഴുക്കേണ്ടവരാണ് സന്തതികൾ. അതുകൊണ്ടാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും സ്നേഹവും നിറഞ്ഞൊഴുക്ക് തരുന്ന ഭാര്യ സന്താനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നീ ധന്യമാക്കണമേ എന്ന് എല്ലാ പുണ്യവാളന്മാരും അള്ളാഹുവിനോട് തേടിയത്. ഇസ്ലാമിക പ്രബോധനത്തിന് കടന്നു വന്ന ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ നിന്ന് ഒരാളും വിട്ടു നിൽക്കാത്ത 4 ചര്യകളുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് സുഗന്ധലേപനമാണ്, മറ്റൊന്ന് ദന്തശുദ്ധീകരണം, ലജ്ജ, ഭാര്യ സന്താനങ്ങളോടൊത്തുള്ള സന്തുഷ്ടമായ ഒരു ജീവിതം. ഇവ സ്വപ്നം കാണാത്ത, ഇവയിൽ താല്പര്യമില്ലാത്ത ഒരു പ്രവാചകനും ഈ ലോകം കണ്ടിട്ടില്ല എന്ന് ത്വാഹ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്കിൽ നിന്ന് നമ്മൾ ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടന്നു പോകാം. ഇന്ന് മുതിർന്ന തലമുറയിലെ ആളുകളുമായി സംസാരിക്കുമ്പോൾ, രക്ഷിതാക്കളുമായി സംവദിക്കുമ്പോൾ, മാതാപിതാക്കളോട് സന്താനങ്ങളെ സംബന്ധിച്ച് ഉദ്യോഗത്തോടെ താല്പര്യത്തോടുകൂടെ അന്വേഷണം നടത്തുമ്പോൾ ഓരോരുത്തർക്കും പറയാനുള്ളത് നീറുന്ന നൂറ് കഥകളാണ്, കഥകളാണ്. മക്കളെ കുറിച്ച് തങ്ങൾക്കുണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ, ഉന്നതമായ ജോലിയെ സംബന്ധിച്ച മോഹങ്ങൾ, ഉത്കൃഷ്ടമായ സ്വഭാവത്തെയും സമീപന രീതികളെയും സ്വായത്തമാക്കുമെന്ന പ്രതീക്ഷകൾ എല്ലാം മണ്ണടിഞ്ഞു പോകുന്നു എന്ന ദുഃഖത്തിന്റെ കഥകൾ പറയാത്ത രക്ഷിതാക്കളെ കാണുക പ്രയാസമാണ്. ഇത് എന്തുകൊണ്ട് സാധിക്കുന്നു? അൽമാലു വൽബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഐഹിക ജീവിതത്തിൽ സൗന്ദര്യം നൽകേണ്ടവരാണ് സന്തതികൾ. ഐഹിക ലോകത്തെ ജീവിതത്തിന് ഭംഗിയും ഛന്ദസ്സും നൽകേണ്ടവരാണ് മക്കൾ. പരലോകത്ത് ചെന്നാൽ സുവലോക സ്വർഗത്തിലേക്ക് മാതാപിതാക്കളെ കൈപിടിച്ച് ആനയിച്ചു കൊണ്ടുപോകേണ്ടവരും മക്കളാണ്. മനുഷ്യരുടെ അമലുകൾ മാത്രമല്ല, അവരുടെ സന്താനങ്ങളുടെ ജീവിതവും അവരുടെ അമലായി നാം എഴുതി വെക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ അല്ലാഹുവിന്റെ വിളംബരമാണ്. ഐഹിക ലോകത്തും പരലോകത്തും നന്മ ചെയ്യേണ്ട മക്കൾ എന്തുകൊണ്ട് ദുഃഖത്തിന്റെ കാരണങ്ങളായി മാറുന്നു? ഇത് വ്യക്തിപരമായ ദുഃഖത്തിന്റെ കാര്യമാണ്. സാമുദായികമായി നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ഉമ്മത്തിലെ പുതിയ തലമുറയെ കുറിച്ച് സംതൃപ്തിയുള്ളവരല്ല പഴയ തലമുറയിലെ ആളുകൾ. ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യൗവനത്തെ സംബന്ധിച്ച ആകുലതകൾ ലോകത്ത് മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ നാവിലൂടെ നല്ല കീർത്തിയുണ്ടാകുന്നത് സ്വർഗപ്രവേശനത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അസ്നൈതും അലൈഹി ഖൈറാ വജബത് ലഹുൽ ജന്ന. നിങ്ങൾ ആരെങ്കിലും പറ്റി എന്തെങ്കിലും ഒരു സുഹൃതം എടുത്തു പറഞ്ഞാൽ, അവൻ നല്ലവനാണെന്ന് വിലയിരുത്തി പോയാൽ വജബത് ലഹുൽ ജന്ന,
ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് ഇത്ര വലിയ തൂക്കം? എന്തുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് ഇത്ര വലിയ ഭാരം? എന്തുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് ഇത്ര വലിയ മൂല്യം? വഅൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൽകീർത്തി ഉണ്ടാകുന്നത് സ്വർഗപ്രവേശനത്തിന്റെ ലക്ഷണമാണെങ്കിൽ അപകീർത്തി ഉണ്ടാകുന്നത് എന്തിന്റെ ലക്ഷണമാണ്? നിസ്സാരമായി ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. വ്യക്തിപരമായും സാമുദായികമായും നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേദനകൾ മാത്രമാണ്. പക്ഷേ ആ വേദനകളിൽ ഈ കഥകൾ കേട്ടുകൊണ്ട് നൊമ്പരപ്പെടാനോ നിരാശയിലേക്ക് കൂപ്പുകുത്താനോ വന്നവരല്ല നമ്മൾ. നമ്മൾ നിൽക്കുന്നത് ഖുതുബുസ്സമാൻ മൗലദ് ദവീല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ മണ്ണിലാണ്. ഇവിടെ നെഗറ്റീവായിട്ടൊരു ചിന്തക്ക് സ്ഥാനമില്ല. ആദികളും വ്യാധികളുമായി കടന്നു വരുന്ന അനേകായിരങ്ങൾ ശാന്തിയും ശമനവും നേടി കടന്നു പോകുന്ന മണ്ണാണിത്. കഷ്ടനഷ്ടങ്ങളുടെ കഥകളുമായി കടന്നു വരുന്ന ആളുകൾ ഇഷ്ടപ്പെട്ടതെന്തും നേടിയെടുത്തുകൊണ്ട് കടന്നു പോകുന്ന മണ്ണിൽ വെച്ചാണ് നാം സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ മണ്ണിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഊർജം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. എല്ലാം നശിച്ചു പോയിട്ടില്ല, പോകില്ല, വല്ലതും ശേഷിക്കുമെന്നോ വിചാരിക്കേ. എന്തെന്തിതൻ കരളിലാനന്ദവും മിഴിയിൽ വിശ്വാസവും പുതിയ ഭാവിയുടെ തെളിവാർന്ന ജൈവപ്രഭാവവും. ഈ ലോകത്ത് നന്മകൾ അവസാനിക്കുകയില്ല, സുഹൃത്തങ്ങൾ മുച്ചൂടും നശിച്ചു പോകുകയില്ല. ഇനിയും ഒരുപാട് നന്മകളുടെ അനന്തമായ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ വിളങ്ങി നിൽക്കുകയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഹൃദയത്തിന് സമാധാനം ഉണ്ടാകുന്നത്. തീർച്ചയായും കാലപുരുഷനായ മമ്പുറം തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് ചൂട് പകരുന്ന അനുഭവമാണ്. നമ്മുടെ ഭാവനകൾക്ക് ചിറക് മുളക്കുന്ന രംഗമാണിത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ അടുത്ത കാലത്ത് ഇന്ത്യ മഹാരാജ്യത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട വളരെ പ്രശസ്തമായ ഒരു പുസ്തകത്തിന്റെ പേര് ഐ വാസ് എ ഡ്രങ്കാർഡ് എന്നാണ്. ഞാനൊരു മദ്യപാനിയായിരുന്നു, കള്ളുകുടിയനായിരുന്നു എന്ന് പറയുന്ന പുസ്തകം. രവീന്ദ്രൻ സിംഗ് എന്ന് പറയുന്ന 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, സിഖുകാരനായ ചെറുപ്പക്കാരൻ 21ാം വയസ്സിൽ അമിതമായ മദ്യപാനത്തിന്റെ ദൂഷ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ലോകത്തോട് വിട പറയുന്നതിന്റെ മുമ്പ് ഇടക്കെപ്പോഴോ എങ്ങനെയോ വന്നു ചേർന്ന വിമോചനത്തിന്റെ ഒരു നിമിഷത്തിൽ അവൻ എഴുതി വച്ച കുറിപ്പുകൾ, അവന്റെ ജീവിതത്തിന്റെ അർത്ഥങ്ങളും അനർത്ഥങ്ങളും വിശദീകരിക്കുന്ന കുറിപ്പുകൾ. ആ ഗ്രന്ഥത്തിൽ അവൻ പറയുന്നുണ്ട്, താൻ എന്തുകൊണ്ട് നിങ്ങളെല്ലാം വെറുക്കുന്ന, നിങ്ങളെല്ലാം കണ്ടാൽ അറക്കുന്ന ഒരു കോലത്തിലെത്തിപ്പോയി, എന്തുകൊണ്ട് ഞാൻ മദ്യപാനിയായി തീർന്നു, എന്തുകൊണ്ട് ഞാൻ ഒരു കള്ളുകുടിയനായി പോയി. ഭോപ്പാലിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ എന്റെ മാതാവ് പ്രസവിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിൽ വളരെ പ്രശസ്തനായ ഒരു പിതാവിന്റെ പുത്രനായിരുന്നു ഞാൻ. എന്റെ മാതാപിതാക്കൾക്ക് ആദ്യമുണ്ടായ 2 മക്കളും ആൺകുഞ്ഞുങ്ങൾ. സ്വാഭാവികമായും അവർ ആഗ്രഹിച്ചു പോയി, മൂന്നാമത് ജനിക്കുന്നതെങ്കിലും ഒരു പെണ്ണാവണേ എന്ന്. മൂന്നാമത് ജനിക്കുന്ന കുഞ്ഞെങ്കിലും ഒന്ന് പെൺകുഞ്ഞായി കാണാൻ ആഗ്രഹിച്ച മാതാപിതാക്കൾ അവരുടെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായി, അവരുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി ഞാനും ഒരാളായി പിറന്നപ്പോൾ എന്റെ മാതാവ് എന്നെ ശപിക്കുകയാണ് ചെയ്തത്. എന്റെ അമ്മ എന്നെ ശപിക്കുന്ന വാക്കുകളാണ് ആദ്യം പറഞ്ഞു വന്നത്. എനിക്ക് ബോധോദയമുണ്ടായ ആദ്യ നാളുകളിൽ തന്നെ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടാത്ത ഒരു സന്തതിയാണ് ഞാനെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് സമാധാനത്തിന് വേണ്ടിയുള്ള അലച്ചിലായി ക്യാമ്പസുകളിൽ ഞാൻ ചെന്നപ്പോൾ സൗഹാർദ്ദങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു സമാധാനം നേടിയെടുക്കാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചു. സൗഹാർദ്ദങ്ങൾ അനർത്ഥമാണെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് ആരോ എന്നെ വഴി നടത്തിക്കൊണ്ടുപോയത് എന്റെ സ്കൂളിന്റെ കോളേജിന്റെ തൊട്ടു ചാരത്തുണ്ടായിരുന്ന പെട്ടിക്കടകളിലേക്ക്. അവിടെ വെച്ച് ഞാൻ ലഹരി പദാർത്ഥങ്ങളുടെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മായാ ലോകത്തേക്ക് പ്രവേശിക്കുകയുണ്ടായി. പിന്നീട് എനിക്ക് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഐ വാസ് എ ഡ്രങ്കാർഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ രവീന്ദ്രൻ സിംഗ് പറയുന്നത് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാതെ പോയ സ്നേഹമാണ്.
മദ്യത്തിലൂടെ മയക്കുമരുന്നിലൂടെ നേടാമെന്ന വ്യാമോഹത്തിലൂടെ ഞാനൊരു മദ്യപാനിയായി തീർന്നത്. ഇംഗ്ലീഷുകാർ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, എ മദർ ഡസന്റ് ഹിയർ ദ മ്യൂസിക്. ഒരു മാതാവ് ഒരിക്കലും പാട്ട് കേൾക്കാൻ പോകില്ല, സംഗീതം ആസ്വദിക്കാൻ പോകില്ല. when her children cry, അവരുടെ കുഞ്ഞു കടന്നുകൊണ്ട് കരയുമ്പോൾ, കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അത് മറന്നുകൊണ്ട് മറ്റൊരു സംഗീതം കേൾക്കാൻ, അത് മറന്നുകൊണ്ട് മറ്റൊരു പാട്ട് ആസ്വദിക്കാൻ ഒരു മാതാവിന് സാധ്യമല്ല എന്നുള്ളത് പഴമൊഴിയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് പുതിയ ലോകത്ത് സീരിയലിൽ പ്രധാന ഭാഗം അഭിനയിക്കുന്ന നടി മൂക്കു ചീറ്റിയിട്ട് കരയുമ്പോൾ, ആ കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അതിനനുസരിച്ച് അമ്മയും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുഞ്ഞിന്റെ കരച്ചിലിന്റെ പ്രസക്തിയില്ല. അവന്റെ ആർത്തനാദങ്ങൾ കേൾക്കാൻ അവന്റെ അമ്മയില്ല. സ്നേഹത്തിന്റെ നിരാസം അനുഭവിച്ചു തീർക്കുന്ന നമ്മുടെ മക്കൾ, അവരാണ് പുതിയ തലമുറയിലെ കള്ളുകുടിയന്മാരായി, പുതിയ തലമുറയിലെ മദ്യപാനികളായി, പുതിയ തലമുറയിലെ അശ്ലീലത്തിന്റെ വക്താക്കളായി മാറുന്നത്. വളരെ ഗൗരവത്തോടുകൂടെ നാം ഉൾക്കൊള്ളേണ്ടുന്ന ഒരു വിഷയമാണ്. ഇവിടെ തുലാസിന്റെ ഒരു തട്ടിൽ രവീന്ദ്രൻ സിംഗിനെ വെച്ചുകൊണ്ട് നമ്മൾ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ അവിടെ കാണുന്നത് ഹബീബ് മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിച്ചു വീണത്, പിറന്നു വീണത് ഇതിനേക്കാൾ മ്ലേച്ഛമാണെന്ന് ചിന്തിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന പെൺകുഞ്ഞ് പറക്കണമെന്ന് ആ കുടുംബത്തിലെ പിതാവല്ലാതെ മറ്റൊരാളും ആഗ്രഹിക്കാത്ത വല്ലാത്തൊരു ദാരുണമായ അവസ്ഥ. അറേബ്യ അക്കാലത്ത് പെൺകുഞ്ഞുങ്ങളെ വെറുക്കുന്ന കാലമാണ്. പരിശുദ്ധ ഖുർആൻ വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. പെൺകുഞ്ഞ് പിറന്നു വന്ന സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ കരിവാളിച്ച മുഖവുമായി അപമാനഭാരം സഹിക്കാൻ കഴിയാതെ നടക്കുന്ന അറബികളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആ കാലഘട്ടത്തിലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പിറക്കുന്നത്. പെൺകുഞ്ഞുങ്ങളെ കൊല്ലാൻ അവർക്ക് ന്യായങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഗോത്രനായകന്റെ പെൺകുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയി. അനുരജ്ഞന ശ്രമത്തിൽ തീർപ്പുണ്ടായി. ഈ പെൺകുട്ടിക്ക് ആരുടെ കൂടെ പോകാനാണ് ഇഷ്ടമെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ പോകാം. തട്ടിക്കൊണ്ടുപോയ ആളുടെ കൂടെ താമസിക്കണമോ, ജന്മം നൽകിയ പിതാവിന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നുകൊണ്ട് അന്തസ്സുള്ള ജീവിതം നയിക്കണമോ? ദൗർഭാഗ്യവശാൽ ചരിത്രത്തിന്റെ ഒരു ശനിദശ പോലെ ആ പെൺകുട്ടി എന്ന് തെരഞ്ഞെടുത്തത് തട്ടിക്കൊണ്ടുപോയ ക്രൂരനായ മനുഷ്യന്റെ കൂടെയുള്ള ജീവിതമാണ്. ഗോത്രനായകൻ പറഞ്ഞു, പെൺകുട്ടികളെ വിശ്വസിക്കാൻ കൊള്ളില്ല, അവർ വിശ്വസിക്കാൻ പറ്റാത്തവരാണ്, അവരെ കൊന്നുകളയണം. തിരുവാക്ക് എതിർവായില്ലാത്ത കാലമാണ്. രാജാവിന്റെ വിളംബരം മുഴങ്ങി. അറേബ്യയിൽ പെൺകുട്ടികൾ ജീവനോടുകൂടെ കുഴിച്ചു മൂടപ്പെടാൻ തുടങ്ങി. ഒരു ഭാഗത്ത് അന്ധവിശ്വാസം തടച്ചു വളരുകയാണ്. അള്ളാഹുവിന്റെ ജനിക്കുന്ന സന്തതികളാണ് മലക്കുകൾ, അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ് മലക്കുകൾ. മനുഷ്യന് ജനിക്കുന്ന പെൺകുട്ടികൾ ജീവനോടുകൂടെ കുഴിച്ചു മൂടപ്പെട്ടാൽ ആ കുഞ്ഞുങ്ങളും മാലാഖമാരുടെ പദവിയിലേക്ക് ഉയരുമെന്ന അന്ധവിശ്വാസം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് ചേരുവകൾ ഒന്നിച്ചു വന്നപ്പോൾ പെൺകുഞ്ഞുങ്ങൾ ധാരാളമായി കൊല്ലപ്പെടുന്നു. ഈ പെൺഹത്യക്കെതിരെയുള്ള വിളംബരമായി, പോരാട്ടമായി വിശുദ്ധ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രംഗപ്രവേശനം ചെയ്തു. പെൺകുഞ്ഞുങ്ങൾ കുടുംബത്തിന്റെ ഐശ്വര്യമാണെന്ന് പറഞ്ഞു. ശത്രുക്കൾക്കത് സഹിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. സന്തതികൾ പിറക്കുകയായി. ആദ്യമുണ്ടാകുന്നത് സൈനബാണ്, പെണ്ണാണ്. ശത്രുക്കൾക്ക് സന്തോഷം. പെൺകുഞ്ഞുങ്ങൾ അനുഗ്രഹമാണെന്ന് പ്രസംഗിക്കുന്നവനെ, നിനക്ക് തന്നെ പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നുവല്ലോ. രണ്ടാമത് വന്നത് റുഖിയ, മൂന്നാമതും ഉമ്മു കുൽസൂം. ഒന്നും രണ്ടും മൂന്നും പെൺകുഞ്ഞുങ്ങൾ വരിവരിയായിട്ട് പിറന്നു വീഴുമ്പോൾ ശത്രുക്കളുടെ മനസ്സിൽ ആനന്ദത്തിന്റെ പൂത്തിരിയാണ്. പെൺകുഞ്ഞുങ്ങൾ അനുഗ്രഹമാണെന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് തിരുത്തി പറയുമോ എന്നവർ കാത്തിരിക്കുന്ന കാലമാണ്. 3 പെൺകുട്ടികൾ ജനിച്ചപ്പോൾ വേറെ ഒരു കാര്യം കൂടി അവർ പറഞ്ഞു പരത്തി. മുഹമ്മദിന് നേരെ ദൈവത്തിന്റെ കോപം ഇറങ്ങിയിട്ടുണ്ട്. പ്രബിലാക്കന്മാരെ തള്ളിപ്പറയുന്നവർ ചരിത്രത്തിൽ ഒരിക്കലും അന്തസ്സോടുകൂടെ മുന്നോട്ട് പോയിട്ടില്ല. ആചാരങ്ങളെ വെല്ലുവിളിക്കുന്നവർക്ക് ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയും മുഹമ്മദിന് പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാകും. അത് ദൈവകോപത്തിന്റെ ലക്ഷണമാണ്. ബിംബങ്ങളും വിഗ്രഹങ്ങളും വെറുക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ്.
നാലാമത് ദൈവകോപത്തിന്റെ ലക്ഷണമായി ഒരു പെൺകുഞ്ഞ് പിറക്കുമെന്ന് ശത്രുക്കൾ കിംവദന്തി പരത്തിയോടുകൂടെ ഇനി ജനിക്കുന്നതെങ്കിലും ഒന്ന് ആണാവണേ എന്ന് കുടുംബം ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. നേർച്ചയും നൈവേദ്യങ്ങളും നോമ്പും ദാനധർമ്മങ്ങളുമായി അവർ കാത്തിരിക്കുന്നു. അങ്ങനെയുള്ള കാത്തിരിപ്പുകൾക്കൊടുവിലാണ് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജനനം സംഭവിക്കുന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ പോലും കടുത്ത നീരസം സൃഷ്ടിക്കുന്ന ഒരു ജന്മം. ഒരാൾ ഓടി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു, ശത്രുക്കളുടെ വാക്കുകൾ പുലർന്നിരിക്കുന്നു, ഇനി ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല, ദൈവത്തിന്റെ കോപമുണ്ടായിരിക്കുന്നു എന്ന് ലോകം വിശ്വസിച്ചിരിക്കുന്നു. നാലാമതും ഒരു പെൺകുഞ്ഞ് പിറന്നുവല്ലോ, ഇത് നമ്മുടെ കുടുംബത്തിന്റെ ശാപമാണ്, സംസ്കാരത്തിന്റെ ശാപമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന ശബ്ദത്തോടുകൂടെ അവിടുന്ന് മറുപടി പറഞ്ഞു, ഒരിക്കലും ഇത് കുടുംബത്തിന്റെ ശാപമല്ല, എനിക്ക് ജീവിതകാലം മുഴുവനും ആനന്ദം പകരാൻ കഴിയുന്ന റൈഹാൻ പുഷ്പമാണ് ഫാത്തിമ. ഫാത്തിമത്തു ബിദ്അത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഫമൻ അഹബ്ബഹാ ഫഖദ് അഹബ്ബനി, അവളെ ഇഷ്ടപ്പെട്ടവർ എന്റെയും ഇഷ്ടപ്പെട്ടവരാണ്. വമൻ അബഗദഹാ ഫഖദ് അബഗദനി, ഫാത്തിമയെ വെറുത്തവർ എന്റെയും വെറുത്തവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സത്യത്തിൽ ആ സന്ദർഭത്തിൽ ഒരു വാശി തീർക്കാൻ വേണ്ടിയിട്ടോ മാനം കാക്കാൻ വേണ്ടിയോ പറഞ്ഞ വാക്കല്ല എന്ന് പിൽക്കാല ജീവിതം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തെളിയിച്ചിട്ടുണ്ട്. ദീർഘമായ യാത്രകൾക്ക് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ എല്ലാ അടുത്ത ബന്ധുക്കളോടും യാത്ര ചോദിക്കുന്നു, എല്ലാവരെയും കണ്ടുകൊണ്ട് വിവരങ്ങൾ പറയുന്നു, ഇനി വരാൻ പോകുന്ന ദിവസം വരെ എന്തൊക്കെ ചെയ്യണമെന്ന നിർദ്ദേശങ്ങൾ നൽകുന്നു. ഏറ്റവും ഒടുവിൽ അവിടുന്ന് കാണാൻ കൊതിക്കുന്ന മുഖം ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഖമാണ്. യാത്ര കഴിഞ്ഞുകൊണ്ട് മടങ്ങി വന്ന് മദീന പള്ളിയിൽ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് കുടുംബങ്ങളെ കാണാൻ വന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം വൈൻ ഫാത്തിമ, എന്റെ ഫാത്തിമയുടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫാത്തിമ ബീവിയോളം ഇഷ്ടപ്പെട്ട വേറൊരാളും ചരിത്രത്തിൽ വന്നിട്ടില്ല. പിതാവിന്റെ സ്നേഹം വേണ്ടുവോളം ആസ്വദിക്കാൻ കഴിഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് അതുകൊണ്ട് ഒരു തരത്തിലുള്ള ധാർമ്മികമായ പ്രശ്നങ്ങളും ഉണ്ടായില്ല. സ്നേഹവും സമാധാനവും തേടിയിട്ട് വേറെ എവിടെയും പോകേണ്ടി വന്നില്ല. ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കഴിയുന്ന നാളുകളിലും ഇടയ്ക്കെപ്പോഴെങ്കിലും ഒരു നല്ല വിഭവം ആസ്വദിക്കാൻ കഴിഞ്ഞാൽ ആ വിഭവത്തിൽ നിന്ന് ഒരു പങ്കുമായിട്ട് ഫാത്തിമ ഓടി വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്കാണ്. അതുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ വളർന്നു വന്നു. എത്രത്തോളം വളർന്നു? സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സുവലോക സ്വർഗ്ഗത്തിൽ കടക്കുന്ന വനിതകളുടെ നായിക സ്ഥാനത്ത് നിൽക്കാൻ മാത്രം ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വന്നിരിക്കുന്നു. അതാണ് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം. ഈ ലോകം ഉദിച്ചുയർന്നു വരുന്നത് സ്നേഹത്തിൽ നിന്നാണ്. സ്നേഹത്താൽ വൃദ്ധി നേടുന്നു. ലോകത്ത് പുരോഗതി ഉണ്ടാകുന്നത്, ജീവിതത്തിൽ നന്മകൾ കൈവരുന്നത് സ്നേഹത്തിന്റെ ശക്തി കൊണ്ടാണ്. സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും. ലോകത്ത് ജീവിതത്തിൽ ശക്തിയും കരുത്തും ഉണ്ടാകുന്നത് സ്നേഹത്തിന്റെ പിന്തുണ കൊണ്ടാണ്. ജീവിതത്തിന് സൗന്ദര്യം ഉണ്ടാകുന്നത് സ്നേഹത്തിന്റെ സപ്പോർട്ട് കൊണ്ടാണ്. സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്തമാണെന്ന് കുമാരനാശാൻ. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ സ്നേഹസാരമിഹമേക സത്യമാം. സ്നേഹമാകുന്ന സത്യമാണ് ലോകത്ത് വിശ്വസിക്കാൻ കഴിയുന്ന, ജീവിതത്തിന് വളക്കൂറായി വർത്തിക്കുന്ന ഒരേ ഒരു സത്യമെന്ന്, ഒരേ ഒരു യാഥാർത്ഥ്യമെന്ന് മലയാളത്തിന്റെ മഹാകവിയായ കുമാരനാശാൻ. സ്നേഹത്തിന്റെ ശക്തി നമ്മുടെ കുടുംബങ്ങൾക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളത് വർത്തമാന കാലത്തിന്റെ ദുരന്തമാണ്. മൊബൈൽ ഫോണിലൂടെ ചെറിയൊരു ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ട ഏതോ ഒരു വികൃതി പയ്യൻ വന്നുകൊണ്ട് വിളിക്കുമ്പോൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഫ്ലിക്കറിലോ വെച്ചുണ്ടായ സൗഹൃദം പ്രണയ വിവാഹങ്ങളിലേക്ക്, ദുരാചാരങ്ങളിലേക്ക് നീണ്ടുപോകുമ്പോൾ നമ്മൾ കാണുന്നത് ബലഹീന മനസ്കരായ നമ്മുടെ പെൺകുട്ടികളെയാണ്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇത്രത്തോളം ബലഹീനരായി പോകുന്നു? റസ്കിൻ ബോണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലോകം കേൾക്കേണ്ട ഒരു വലിയ സത്യം. ആളുകൾ ഭക്ഷണത്തിന്റെ രുചിയെ സംബന്ധിച്ച്, ടേസ്റ്റിനെ കുറിച്ച് പരാതി പറയുന്നത് അല്പമൊക്കെ വിശപ്പടങ്ങുമ്പോഴാണ്.
വയറ് നിറച്ച് ഉണ്ണാനും കഴിക്കാനും വകയുള്ള ആളുകൾ, മുതലാളിമാർമാർ, യഥേഷ്ടം ഭക്ഷണം കഴിക്കാൻ കഴിവുള്ള ആളുകൾ, അവരാണ് ഭക്ഷണത്തെ കുറിച്ച് ഗുണദോഷം പറയുന്നത്, അവരാണ് ഭക്ഷണത്തെ വിലയിരുത്തുന്നത്. സോമാലിയയിൽ ചെന്ന് നോക്കിയാൽ, പട്ടിണി കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് ചെന്നാൽ അവിടെയുള്ള ആളുകൾ ഒരിക്കലും പറയാറില്ല ഇത് വേവില്ലാത്ത സാധനമാണെന്ന്, ഇത് രുചിയില്ലാത്ത ഭക്ഷ്യവിഭവമാണെന്ന്. അവിടുത്തെ ആളുകൾക്ക് ഭക്ഷണത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ അറിയില്ല. പാതി വന്ന ഒരു റൊട്ടിക്ക് ദരിദ്രനായ വിശക്കുന്ന ഒരു മനുഷ്യനെ സന്തോഷപ്പെടുത്താൻ കഴിയും. സമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് പക്ഷേ ആ ഭക്ഷണം ആസ്വദിക്കാൻ കഴിയുകയുമില്ല. ഇത് ലോകം കേൾക്കേണ്ട ഒരു സത്യമാണ്. കുടുംബത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് സ്നേഹവും ഐശ്വര്യവും വേണ്ടുവോളം ആസ്വദിക്കാൻ കഴിയുന്ന പെൺകുട്ടികൾക്ക് ഏതോ മതത്തിൽ നിന്ന് ഒളിച്ചോടി വന്നവന്റെ കൂടെ പോകാൻ മനസ്സ് വരില്ല. അതിനു മാത്രം അവർ ബലഹീനരായി പോകില്ല. ഇന്നും മതം പോലും പ്രേമത്തിന്റെ പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ ആളുകൾ മറക്കുകയാണ്. മദീന മുനവ്വറയിലെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ അകാലത്തിൽ അവരുടെ ഭർത്താവ് വിട പറഞ്ഞു പോയി. യൗവനത്തിലെ വൈദവ്യം അനുഭവിക്കേണ്ടി വന്നു. വൈദവ്യത്തിന്റെ കയ്പുനീര് കുടിക്കുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ കാണാൻ, ഉമ്മു സുലൈമിനെ വിവാഹം കഴിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മക്കയിലും മദീനയിലുമുള്ള എത്രയോ സുമുഖന്മാർ കടന്നു വന്നു. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. സുമുഖനായ അബൂ തുൽഹ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഉമ്മു സുലൈം ആണെങ്കിലോ മുസ്ലിമാണ്. മുസ്ലിം വനിതയായ വിധവയായ ഉമ്മു സുലൈമിനെ കാണാൻ അബൂ തുൽഹ വരികയാണ്. സുമുഖനായ അബൂ തുൽഹ. അബൂ തുൽഹ വന്നുകൊണ്ട് വാഗ്ദാനം ചെയ്തു, സ്വർണത്തിന്റെ മാമലകൾ വേണമെങ്കിൽ നിനക്ക് സ്വന്തമാക്കി തരാം. ദിർഹമിന്റെയും ദീനാറിന്റെയും വലിയ വലിയ കൂമ്പാരങ്ങൾ നിന്റെ മുമ്പിൽ ഞാൻ കൂട്ടിവെച്ചു തരാം. എന്റെ കൂടെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാമോ എന്ന് അബൂ തുൽഹ ചോദിക്കുകയാണ്. സ്നേഹത്തോടെ അന്വേഷണം നടത്തുകയാണ്. ഉമ്മു സുലൈം എന്ന തന്റെ ഇടിയായ തറവാടിൽ പിറന്ന പെൺകുഞ്ഞു മറുപടി പറയുന്നു, അബൂ തുൽഹ, നിങ്ങൾ സുമുഖനാണെന്ന് എനിക്കറിയാം, നിങ്ങൾ സമ്പന്നനാണെന്നും എനിക്ക് ബോധമുണ്ട്. പക്ഷേ നിങ്ങളിൽ ഞാൻ കാണുന്ന വലിയൊരു കുഴപ്പം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഉൾക്കൊള്ളാത്ത മനുഷ്യനാണ്. നിങ്ങൾ തൗഹീദിനെ അറിയാത്ത ഒരു ഹതഭാഗ്യനാണ്. അല്ലാഹുവിന്റെ മതത്തിൽ കൂടാനും അല്ലാഹുവിനെ ആരാധിക്കാനും അവന് ഇബാദത്ത് ചെയ്യാനും കഴിയാത്ത താങ്കളുടെ കൂടെ വരാൻ, മുസ്ലിം അല്ലാത്ത താങ്കളുടെ കൂടെ ഇറങ്ങി വരാൻ ഒരു മുസ്ലിം പെണ്ണായ എനിക്ക് സാധ്യമല്ല എന്ന് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായത് ഈ വനിതയെ വിവാഹം കഴിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ്. സ്നേഹവും സൗഹാർദ്ദവും അനുഭവിച്ചു വളരുന്ന വീട്ടിലെ പെൺകുട്ടികൾ എപ്പോഴും ശക്തമായ ഹൃദയത്തിന്റെ ഉടമകളായിരിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ ഭൂമിയിൽ അവൻ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച ഏതാണ്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, കാരണവന്മാർ, വളരെ ഗൗരവത്തോടുകൂടെ കേൾക്കേണ്ട കാര്യമാണ്. നിസാരമെന്ന് തോന്നിയേക്കാം. പലപ്പോഴും നമ്മൾ വിട്ടുകളയുന്ന കാര്യമാണ്. അല്ലാഹുവിന് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെട്ട കാഴ്ച ഏതാണെന്നറിയുമോ? ഒരു മനുഷ്യൻ അവന്റെ ഭാര്യ സന്താനങ്ങളോടൊത്ത് ഒരു തീന്മേശയുടെ സുപ്രയുടെ ചുറ്റുമിരിക്കുന്നതാണ്. സ്നേഹവും ഭക്ഷണവും പങ്കുവെക്കുന്ന കാഴ്ചയാണ്. ഈ കുടുംബം, സന്തതികൾക്കൊത്ത് രക്ഷിതാക്കൾ, മാതാപിതാക്കൾ അവിടെ സംഗമിക്കുമ്പോൾ അല്ലാഹു അവന്റെ കരുണാ കടാക്ഷം കൊണ്ട് അവരെ അനുഗ്രഹിക്കുകയാണ്. ആ തീന്മേശയുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന്റെ മുമ്പ് തന്നെ അവരുടെ സർവമാന ദോഷങ്ങളും രാജാതിരാജനായ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈ ഭൂമിയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യം, ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇതാണ്. എത്ര അർത്ഥവത്തായ വാക്കുകൾ! ഇഷ്ഖ് കേ മിസ്റാബ് സേ നഗ്മേ താരേ ഹയാത്ത്. ജീവിതമാകുന്ന തന്ത്രിയിൽ രാഗങ്ങൾ വിരിയുന്നത്, ശ്രുതി ഉണ്ടാകുന്നത്, ലയങ്ങൾ വരുന്നത്, സംഗീതം തീർക്കപ്പെടുന്നത് സ്നേഹത്തിന്റെ ശക്തി കൊണ്ടാണ്.
ഇഷ്ഖ് ഹേ നാരേ ഹയാത്ത്, ജീവിതത്തിന്റെ അഗ്നിയായി വർത്തിക്കുന്നതും ഈ സ്നേഹമാണ്. ഇഷ്ഖ് ഹേ നൂറേ ഹയാത്ത്, ജീവിതത്തിലെ എല്ലാ ഇരുട്ടുകളെയും അകറ്റാനും തമസ്സിനെ വകഞ്ഞ് ഒഴിവാക്കാനും അതിനു പകരം വെളിച്ചം വിതറാനും കഴിയുന്നത് സ്നേഹത്തിനാണ്. ഹസ്രത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ഖലീഫയായി സ്ഥാനമേറ്റെടുത്ത ആദ്യത്തെ ദിവസങ്ങൾ അദ്ദേഹത്തെ ആരാധനയോടുകൂടെ കാണുന്ന ഒരാൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നേരിൽ കാണാൻ, ആശീർവാദങ്ങൾ അർപ്പിക്കുവാൻ, ആശംസകൾ നേരാൻ വേണ്ടി കടന്നു വരുന്നു. അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ചെങ്കോലണിഞ്ഞുകൊണ്ട് സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ദാടിയും ഓടിയുമുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഗാംഭീര്യം സ്ഫുരിക്കുന്ന മുഖഭാവമുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിനെയാണ്. കൊട്ടാരത്തിന്റെ വാതിൽക്കൽ അദ്ദേഹം എത്തിയത് സായാഹ്ന നേരത്താണ്, വൈകുന്നേര സമയത്താണ്. വൈകുന്നേര സമയം കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒട്ടകത്തെ പോലെ വളഞ്ഞു നിൽക്കുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു കയറ് തൂങ്ങിക്കിടപ്പുണ്ട്. ആ കയറ് പിടിച്ചുകൊണ്ട് ഏതോ ഒരു കുഞ്ഞ് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു മുട്ടുകുത്തി നിൽക്കുന്നു, മുതുക് വളച്ചുകൊണ്ട് ഒട്ടകത്തെ പോലെ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു നുറുമ്പിയ കയർ, ആ കയറ് വലിച്ചുകൊണ്ട് പേരക്കിടാങ്ങളിൽ ഒരാൾ വലിച്ചുകൊണ്ട് പോവുകയാണ്. കൊട്ടാരത്തിന്റെ വരാന്തയിലൂടെ ഒട്ടകത്തെ പോലെ മന്ദം മന്ദം ചലിക്കുന്ന മുആവിയ റളിയല്ലാഹു അൻഹു രാജാവാണി നടക്കുന്നത് കണ്ടപ്പോൾ ഈ മനുഷ്യന്റെ ആരാധനാ മനോഭാവത്തോടു കൂടെ കടന്നു വന്ന ആളുടെ എല്ലാ മൂഡും ഓഫായി പോയി. അദ്ദേഹത്തിന്റെ എല്ലാ ആവേശവും തകർന്നു. അല്പം നീരസത്തോടുകൂടെ ചോദിച്ചു, മുആവിയ മാബിക്, നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി? എന്തുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇങ്ങനെ കാണുന്നത്? ഇത്ര നിസ്സാരമായ അവസ്ഥയിൽ ഒരു രാജാവിന് നടക്കാമോ ഖലീഫ എന്ന് ചോദിക്കുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ ലുകഅബ് ലുകഅ, എടോ മനുഷ്യ, നീ അറിയുന്നുണ്ടോ? ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മൻ കാന ലഹു സബിയ്യുൻ ഫല്യതസാബാ ലഹു, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ നിങ്ങൾ ആ കുഞ്ഞിന്റെ മുമ്പിൽ മറ്റൊരു കുഞ്ഞാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കാന ലഹു സബിയ്യുൻ, ഒരാൾക്കൊരു കുഞ്ഞുണ്ടായാൽ, സന്തതി പിറന്നു പോയാൽ, ഫല്യതസാബാ ലഹു, ആ കുഞ്ഞിന്റെ മുമ്പിൽ ഇവരും ഒരു കുഞ്ഞായി നിൽക്കണം. ഇവന്റെ സമീപനങ്ങൾ ഒരു കുഞ്ഞിന്റേത് പോലെ നിസ്സാരമാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെ വീടുകളിൽ കാണാതെ പോകുന്നത് ഈ സ്നേഹമാണ്. മക്കൾക്ക് ഭക്ഷണം നമ്മൾ മതിയാകുവോളം അതിനപ്പുറവും നൽകാറുണ്ട്. അവർക്ക് ആവശ്യമുള്ളതിലും അപ്പുറം വസ്ത്രങ്ങൾ നമ്മൾ നൽകാറുണ്ട്. പക്ഷെ സ്നേഹം നമ്മുടെ മക്കൾക്ക് കിട്ടാക്കനിയാണ്. മഖാം ബൻകർ ജഹന്നം രഹ് ഗയാ ആപസ് കി നിഫറത് സേ, പരസ്പരമുള്ള വിദ്വേഷം കൊണ്ട്, വെറുപ്പ് കൊണ്ട് നമ്മുടെ വീടുകൾ, നമ്മൾ കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ രമ്യഹർമ്മങ്ങളെല്ലാം നരകങ്ങളായി തീർന്നിരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കാറ്റിന്റെ ദിശയൊന്ന് മാറ്റി ഒഴുക്കുകയാണ്, ഈ കാറ്റിന്റെ ഗതി ഒന്ന് മാറ്റി തീർക്കുകയാണ്. സ്നേഹത്തിന്റെ ഒരു ഐക്യത്തിലൂടെ, സൗഹാർദ്ദത്തിന്റെ ഒരു അന്തരീക്ഷത്തിന്റെ സൃഷ്ടിപ്പിലൂടെ നമുക്ക് കുടുംബങ്ങളെ സ്വർഗമാക്കി മാറ്റാം എന്ന് അല്ലാമാ ഇഖ്ബാലിനെ പോലെ നാമും ചിന്തിച്ചു പോകുകയാണ്. മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഗവർണർ കടന്നു വന്നു. ഖലീഫയുടെ കൊട്ടാരത്തിൽ ഒച്ചപ്പാട്, വല്ലാത്ത ബഹളം, കുട്ടികളുടെ ശല്യം കൊണ്ട് സംസാരിക്കുന്നതൊന്നും പരസ്പരം കേൾക്കാൻ കഴിയുന്നില്ല. ഈ ഗവർണർക്ക് വല്ലാതെ ദേഷ്യപ്പെട്ടു പോയി. അദ്ദേഹം ഖലീഫയെ പുച്ഛിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഖലീഫ, നിങ്ങൾ എന്ത് ഗാംഭീര്യമില്ലാത്ത മനുഷ്യനാണ്. യുദ്ധക്കളങ്ങളിൽ ഒരു പുലിയെപ്പോലെ പടവെട്ടുന്ന നിങ്ങൾ എന്തുകൊണ്ട് കുടുംബത്തിന്റെ മുന്നിൽ ഒരു പൂച്ചയെപ്പോലെ നിൽക്കുന്നു? ഈ കുഞ്ഞുങ്ങൾക്ക് അങ്ങേ അശേഷം ബഹുമാനമില്ലല്ലോ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് ഇതൊരു പുതിയ വാർത്തയായിരുന്നു. ആകാംക്ഷയോടുകൂടെ അദ്ദേഹം ചോദിച്ചു, എന്നാൽ എങ്ങനെയാണ് സഹോദര നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ? നിങ്ങളുടെ ഗ്രഹാന്തരീക്ഷം എന്താണ്? അദ്ദേഹം അഭിമാനത്തോടുകൂടെ നെഞ്ചു വിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ദഖൽതു ദാരി, ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ എന്റെ വീട് മുഴുവനും നിശബ്ദമാണ്.
പിൻഡ്രോപ്പ് സൈലൻസ് ആണ്. സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത പരക്കും എന്റെ ഗ്രഹത്തിൽ. അവിടെ ഒരു കുഞ്ഞിന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ ശബ്ദം പോലും കേൾക്കാൻ കഴിയില്ല. എന്റെ ഗൗരവത്തിന് മുമ്പിൽ എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ പേരക്കിടാങ്ങളും വല്ലാത്ത ശാന്തതയിലും സമാധാനത്തിലും നിശബ്ദതയിലും കഴിയുന്നവരാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെ ഉണ്ടായിരുന്ന സേവകനോട് പറയുന്നു, നമ്മുടെ ഗവർണർമാരുടെ പേരെഴുതി വെച്ച പട്ടിക എടുത്തു കൊണ്ടുവരാൻ. ഗവർണർമാരുടെ പേരെഴുതി വെച്ച പട്ടിക എടുത്തു കൊണ്ടുവരൂ. എന്തിനാണ് പട്ടിക? ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഈ മനുഷ്യന്റെ പേര് വെട്ടുകയാണ്. ഞാൻ വീട്ടിൽ കടന്നു ചെന്നാൽ എന്റെ ഗാംഭീര്യം കൊണ്ട് വീട് നിശബ്ദമാകുമെന്ന് പുളുവാക്ക് പറഞ്ഞ ഗവർണറുടെ പേര് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വെട്ടിക്കളഞ്ഞു. നീതിയുടെ പര്യായമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഗവർണർ ചോദിച്ചു, എന്താണ് ഖലീഫ ഞാൻ ചെയ്ത അപരാധം? എന്റെ പക്കൽ നിന്ന് പിണഞ്ഞു പോയ അബദ്ധം എന്താണ്? ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറയാമോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വന്തം കിടാങ്ങളോട് പോലും കാരുണ്യം കാണിക്കാൻ കഴിയാത്ത നിന്നെയാണോ ഉമ്മത്ത് മുഹമ്മദിന്റെ കാര്യം ഞാൻ ഏൽപ്പിക്കുന്നത്? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യം നോക്കാൻ കാരുണ്യമില്ലാത്ത നിന്നെ കൊണ്ട് ആവില്ല എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തമീസിന്റെ പ്രായമെത്താത്ത കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരേ ഒരു ഭാഷയുണ്ടെങ്കിൽ അത് സ്നേഹമാണ്. അവർക്ക് മലയാളം മനസ്സിലാവില്ല, അവർക്ക് അറബിയോട് താല്പര്യമില്ല, ഇംഗ്ലീഷിൽ ഇൻട്രസ്റ്റ് ഇല്ല, ഒരു ഭാഷയും അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. മക്കൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഭാഷയുണ്ടെങ്കിൽ അത് സ്നേഹമാണ്. മൃഗങ്ങൾക്ക് പോലും മനസ്സിലാകുന്ന ഒരു ഭാഷ. ലോകപ്രശസ്തനായ മാത്തമാറ്റീഷ്യൻ പൈതഗോറസ് കരടിയെ അനുനയിപ്പിക്കാനും ആളുകളെ വല്ലാതെ വിറപ്പിക്കുന്ന കാളയെ ശാന്തമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞപ്പോൾ ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി, നിങ്ങൾ ഒരു ഗണിതശാസ്ത്ര വിശാരദൻ മാത്രമാണ്, നിങ്ങൾ കണക്കിൽ നൈപുണ്യം തെളിയിച്ച ഒരാൾ മാത്രമാണ്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മൃഗങ്ങളെ അനുനയിപ്പിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് കരടിയെ ശാന്തമാക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് കാളയെ പിടിച്ചു നിർത്താൻ കഴിയുന്നത്? പൈതഗോറസ് മറുപടി പറഞ്ഞു, എനിക്ക് ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളോടും സംസാരിക്കാനുള്ള ഭാഷയറിയാം. The language of love. സ്നേഹത്തിന്റെ ഭാഷയാണത്. ന്യായമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മനസ്സിലാകുന്ന ഭാഷ ആ സ്നേഹത്തിന്റെ ഭാഷയാണ്. നമ്മളത് കൊടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പൊല്ലാപ്പുകൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ മക്കൾക്ക് ആവശ്യമില്ലാതായി തീർന്നിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ നടന്ന വളരെ പ്രസക്തമായ ഒരു ചർച്ച യൂത്തനേഷ്യയെ കുറിച്ചുള്ളതാണ്. ദയാവധത്തെ സംബന്ധിക്കുന്ന ചർച്ചയാണ്. മെഴ്സി കില്ലിംഗ്. വാർദ്ധക്യത്തിന്റെ വിവശതകൾ പേറുന്ന മാതാപിതാക്കൾ, വൃദ്ധന്മാരും വൃദ്ധകളും അവർക്ക് മരിക്കണമെന്ന് സ്വയം തോന്നുന്നു. അവർ മരിക്കലാണ് ഖൈർ എന്ന് മക്കൾക്കും തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇവർ മരിക്കുന്നതാണ് നല്ലത് എന്ന് വിശ്വഗ്രന്മാരായ ആളുകൾ സർട്ടിഫൈ ചെയ്യാനും ഒരുക്കമാണ്. ഈ മൂന്ന് നിബന്ധനകളും ഒത്തുപോയാൽ ഈ ആളുകളെ ദയാവധം ചെയ്യാമോ? എന്തെങ്കിലും ഉപായങ്ങൾ, സൂത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്താമോ എന്നുള്ള ചോദ്യമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ആ ചോദ്യം വന്നപ്പോൾ കോടതി വളരെ ന്യായമായിട്ടൊരു കാര്യം പറഞ്ഞു. മാതാപിതാക്കളെ, വൃദ്ധന്മാരെയും വൃദ്ധകളെയും ഇഞ്ചക്ട് ചെയ്തു കൊല്ലുന്ന പരിപാടി നല്ലതല്ല. സാധാരണ തെരുവുകളിൽ പേപ്പട്ടിയുടെ ശല്യം വർദ്ധിച്ചു പോയാൽ നമ്മൾ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ചെന്ന് പരാതി പറഞ്ഞാൽ അധികൃതരായ ആളുകൾ 1-2 ആഴ്ചകൾക്കുള്ളിൽ വന്നിട്ട് പട്ടികളെ ഇഞ്ചക്ട് ചെയ്ത് കൊല്ലാറുണ്ട്. ഇങ്ങനെ പേപ്പട്ടികളെ ഇഞ്ചക്ട് ചെയ്ത് കൊലപ്പെടുത്തുന്നത് പോലെ മാതാപിതാക്കളെയും സമുദായത്തിലെ വൃദ്ധന്മാരെയും വൃദ്ധകളെയും കൊല്ലരുത് എന്ന് കോടതി പറയുന്നു. കോടതിയുടെ മാന്യതയെ നമ്മൾ പ്രശംസിക്കുന്നു. പക്ഷേ കോടതി ഈ രാജ്യത്തെ യുവാക്കളുടെ ആവേശം മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു കാര്യം പറഞ്ഞു. യൂത്തനേഷ്യ നിഷിദ്ധമാക്കണമെന്നില്ല, അത് അനുവദിക്കാൻ വേറെയും ചില മാർഗങ്ങളാവാം. ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് കൊല്ലാൻ പാടില്ല എന്നേ ഉള്ളൂ. വേണമെങ്കിൽ മരിക്കുന്നത് വരെ പട്ടിണിക്കിട്ടുകൊണ്ട് നിങ്ങൾക്ക് മാതാപിതാക്കളെ കൊല്ലാം. ഈ രാജ്യത്തെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു വിധിയാണ്. ഞാൻ കോടതിയെ വിമർശിക്കുകയില്ല. കോടതിക്ക് ഒരു വലിയ രാജ്യത്ത് ഇങ്ങനെ പറയാൻ കഴിയുന്നത് അത് കേൾക്കാൻ മനസ്സുള്ള ലക്ഷക്കണക്കിന് യുവാക്കൾ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ്. അത് കേൾക്കാൻ വെമ്പുന്ന മനസ്സുമായി ജീവിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ടാണ്.
നിങ്ങളുടെ മാതാപിതാക്കളെ ഇഞ്ചക്ട് ചെയ്ത് കൊല്ലരുതേ, വേണമെങ്കിൽ പട്ടിണിക്കിട്ടുകൊണ്ട് കൊല്ലാമെന്ന് പറയുന്ന ഒരു ജഡ്ജിയുടെ ന്യായവാദത്തെ കേൾക്കാനും അത് നല്ലതാണെന്ന് വിലയിരുത്താനും കഴിയുന്ന വലിയൊരു ജനറേഷൻ ഇവിടെ വളർന്നു വന്നിരിക്കുന്നു എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കണം. ഏതാണ് ഇന്ത്യ എന്ന ഈ മണ്ണ്? അല്ലാമാ ഇഖ്ബാലിന്റെ ഭാഷയിൽ ഏറ്റവും വലിയ അധികാര സ്ഥാനങ്ങളിൽ എഴുന്നു നിൽക്കുന്ന സന്ദർഭങ്ങളിലും മാതാവിന്റെ മുമ്പിലെത്തിയാൽ എല്ലാം മറന്നുകൊണ്ടു പോകുന്ന മക്കൾ ജീവിച്ച മണ്ണാണിത്. ജിന്ദഗി കീ ഔജ്ഗാഹോं से उतर आते हैं हम. ജീവിതത്തിന്റെ അത്യുന്നതങ്ങളിൽ നിന്ന്, അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാതാവിന്റെ മുമ്പിലേക്ക് നമ്മൾ ഇറങ്ങി വരികയാണ്. സുഹബത്തെ മാതൃമത്ഫിലെ സാദർ ജാതേ ഹേ ഹം. സ്വന്തം ഉമ്മയുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ എല്ലാ അധികാര സ്ഥാനങ്ങളും ഗാംഭീര്യവും വിട്ടൊഴിഞ്ഞുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായി നിൽക്കാൻ കൊതിക്കുന്ന മക്കൾ ജീവിച്ച മണ്ണാണ് നമ്മുടെ ഇന്ത്യ. ജമീൻ ഫേലി ഹുയി ഹേ ജിസ് തറഹ് അഫ്ലാക് കേ നീചേ. അനന്തവിശാലമായ ആകാശഗോളങ്ങൾക്ക് താഴെ എങ്ങനെയാണോ ഈ ഭൂമി പരന്നു കിടക്കുന്നത്, യുഹീ ജന്നത്ത് ബിമാ കേ ഖദം കേ ഖാക് കേ നീചേ. ഇതുപോലെ മാതാവിന്റെ കാൽ കീഴിൽ സ്വർഗവും പരന്നു കിടക്കുന്നുവെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മാതാപിതാക്കളെ പൊന്നുപോലെ കാത്തുവച്ച നാടാണിത്. മാതൃശുശ്രൂഷായജ്ഞമാകണം മഹായജ്ഞം, മാതൃവാക്കൊന്നാകണം നമുക്ക് സാക്ഷാൽ വേദം എന്ന വള്ളത്തോളിന്റെ വരികൾക്ക് പ്രാധാന്യമുണ്ടായിരുന്ന മണ്ണാണ് ഈ മണ്ണ്. ഈ മണ്ണിലാണ് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് കൊല്ലാതിരുന്നാൽ മതി, വേണമെങ്കിൽ മരിക്കുന്നത് വരെ പട്ടിണിക്കിട്ട് കൊല്ലാം എന്ന് കോടതി പറയുമ്പോൾ യാതൊരു കൂസലുമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് മാതാപിതാക്കളുമായി മക്കളുടെ ബന്ധം കുറഞ്ഞു പോകുന്നു എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ മാതാപിതാക്കളാണ്. മക്കളുടെ മുമ്പിൽ ഏറ്റവും നല്ല റോൾ മോഡലുകളായി വർത്തിക്കേണ്ടവരാണ് മാതാപിതാക്കൾ. ഈ അടുത്ത കാലത്ത് കാലിക്കറ്റിൽ ഈ വിഷയത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ പങ്കെടുത്ത വളരെ പ്രശസ്തനായ ഒരു മനഃശാസ്ത്ര വിശാരദൻ പറയുകയുണ്ടായി, അദ്ദേഹത്തിന് നേരിട്ട് അനുഭവമുള്ള ഒരു സംഭവ കഥ. ഉദ്യോഗസ്ഥ ദമ്പതികൾ താമസിക്കുന്ന ഒരു വീട്ടിൽ അവരുടെ വയസ്സായ മുത്തച്ഛനുണ്ട്, അവരുടെ ഓമന മകനുമുണ്ട്. ഈ മുത്തച്ഛനാണെങ്കിൽ മകനെ കാണാനും അവനോട് സല്ലപിക്കാനും കഥ പറയാനും വല്ലാത്ത മോഹം, മകന് മുത്തച്ഛനെ കാണാനും അതിലേറെ താല്പര്യം. പക്ഷേ ഉദ്യോഗസ്ഥരായ ദമ്പതികൾക്ക് മകനും മുത്തച്ഛനും തമ്മിൽ ബന്ധപ്പെടുന്നതോ സംസാരിക്കുന്നതോ അവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹൃദയ വികാരങ്ങൾ പങ്കുവെക്കുന്നതോ ഇഷ്ടമില്ല. മകനെ അവർ ഭീഷണിപ്പെടുത്തി, മുത്തച്ഛനുമായി ബന്ധപ്പെട്ടാൽ, മുത്തച്ഛനുമായി സംസാരിച്ചാൽ, അടുത്തിടപഴകിയാൽ വൈറസ് വരും, ബാക്ടീരിയ പകരും, രോഗാണുക്കൾ വരും, ശരീരമാകെ ശോഷിച്ചു പോകും, ആരോഗ്യം ക്ഷയിക്കും, പെട്ടെന്ന് മരിച്ചു പോകും. കുട്ടിയെ പറഞ്ഞ് പേടിപ്പിച്ചു. അവരൊരുപാട് കാലം വല്ലാത്ത ഒരു ദുഷ്കരമായ ജീവിതം നയിച്ചു കൊണ്ടുപോയി. ആ വീട്ടിൽ മുത്തച്ഛനായ വയസ്സായ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ, നമ്മുടെ വീടുകളിൽ പൂച്ചക്കും നായക്കും ഒക്കെ ഭക്ഷണം കൊടുക്കാൻ പഴയ പാത്രങ്ങൾ വെക്കുന്നത് പോലെ ഒരു പാത്രം വെച്ചിരുന്നു. അങ്ങനെ ഈ കാഴ്ചയൊക്കെ കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നു. 4-5 മാസങ്ങൾ കഴിഞ്ഞപ്പോ ഈ പുരാതനമായ ദുർബലമായ പാത്രം താഴെ വീണുകൊണ്ട് എങ്ങനെയോ ഉടഞ്ഞ് നശിച്ചു പോയി. ആ മുത്തച്ഛന് ഭക്ഷണം കൊടുക്കുന്ന പാത്രം ഉടഞ്ഞു പോയ നിമിഷം, ആ നിമിഷം മുതൽ തുടങ്ങി കുഞ്ഞു നിർത്താതെയുള്ള കരച്ചിൽ. ആര് എന്തൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ സാന്തോക്തികൾ ഓതിക്കൊടുത്തിട്ടും അവന് കരച്ചിലടക്കാൻ കഴിയുന്നില്ല. ഉദ്യോഗസ്ഥരായ ദമ്പതികൾ ഉദ്യോഗത്തോടുകൂടെ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? കുഞ്ഞുമോൻ എന്തിനാണ് നിലവിളിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്റെ പപ്പക്കും അമ്മിക്കും വയസ്സായാൽ ഇനി ഏതു പാത്രത്തിലാണ് ഞാൻ അവർക്ക് കഞ്ഞി കൊടുക്കുക? നിങ്ങൾക്ക് വയസ്സായാൽ ഞാൻ നിങ്ങൾക്ക് ഏതു പാത്രത്തിൽ ഭക്ഷണം തരുമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. നിഷ്കളങ്കനായ ഒരു കുഞ്ഞിന്റെ മറുപടിയാണ് ഈ കുഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ളത്, സ്വന്തം മാതാപിതാക്കളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആളുകൾക്ക് സാധാരണഗതിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ പാടില്ല, മനോഹരമായ പാത്രങ്ങളിൽ ഭക്ഷണം വിളമ്പാൻ പാടില്ല. അവർക്ക് പൂച്ചയെയും പട്ടിയെയും ഊട്ടുന്നത് പോലെ
ഏതെങ്കിലും ഒരു ദുർബലമായ പഴയ പാത്രത്തിൽ അല്പം കഞ്ഞി പാർന്നു കൊടുത്താൽ മതി. അത് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് ഈ കുഞ്ഞു പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ധർമ്മസൂത്രമാണ്. ഈ കുഞ്ഞിനെ നമുക്കൊരു വികൃതി പയ്യൻ എന്ന് പറയാൻ പറ്റില്ല. സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് പഠിച്ച് ജീവിതത്തിലേക്ക് അവൻ കരുതി വെച്ച വലിയൊരു മൂല്യശേഖരമാണിത്. ഇത് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർ, സന്താനങ്ങളോട് നന്മ ഉപദേശിക്കുന്ന ആളുകൾ ആദ്യമായി ചെയ്യേണ്ടത് സ്വയം നന്നായിട്ടുണ്ടോ എന്ന ആത്മപരിശോധനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഒരു സ്വഹാബി പരാതി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മകൻ വല്ലാതെ മധുരം ഇഷ്ടപ്പെടുന്നവനാണ്, ആവശ്യത്തിനും അനാവശ്യത്തിനും മധുരം ഉപയോഗിക്കുന്നവനാണ്, അവന് വല്ല രോഗവും വന്ന് ബാധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു, അങ്ങൊന്ന് ഉപദേശിക്കണം, അവനെ നേരെയാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പറഞ്ഞ് അനുനയിപ്പിച്ചു പറഞ്ഞു വിട്ടു. അവരോട് പറഞ്ഞു, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വരാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മടിയുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ കാന യുഹിബ്ബുൽ ഹൽവാ, അല്ലാഹുവിന്റെ റസൂലിന് മധുരം വളരെ ഇഷ്ടമാണ്. സ്വയം മധുരം വല്ലാതെ ഇഷ്ടപ്പെടുന്ന താൻ എങ്ങനെയാണ് ഈ പിഞ്ചോമന കുഞ്ഞിനോട് നീ മധുരം വെടിയണമെന്ന് ഉപദേശിക്കുക? ആ ധാർമ്മിക ബോധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തിരിപ്പിച്ചത്. ദിവസങ്ങൾ എടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മധുരത്തോടുള്ള ആസക്തി പതിയെ കുറച്ചുകൊണ്ടേയിരിക്കുകയാണ്. 2-3 മാസങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വയം ശരീരത്തെ നിയന്ത്രണം വരുത്തിയതിന് ശേഷം ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നിന്റെ മകനുമായിട്ട് കടന്നു വരിക. ആ മകൻ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വതസിദ്ധമായ രൂപത്തിൽ ഉപദേശിച്ചുകൊണ്ട് മധുരത്തിന്റെ അപകടങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ റോൾ മോഡലുകളായി നിൽക്കേണ്ടവരാണ് മാതാപിതാക്കൾ. എന്തുകൊണ്ടെന്നാൽ വളർന്നു വരുന്ന നമ്മുടെ സന്താനങ്ങൾ അവരുടെ വളർച്ചയിൽ മുന്നിൽ കാണുന്ന റോൾ മോഡലുകൾ ആരെന്നറിയുമോ? മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ പരിശീലിപ്പിക്കുന്ന നന്മകൾ, സ്വയം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന നന്മകൾ, ആ നന്മകളോ അല്ലെങ്കിൽ തിന്മകളോ ആണ് മക്കൾ പകർത്തുന്നത്. ഉറുദു ഭാഷയിൽ വളരെ പ്രസിദ്ധമായ ഒരു കഥയിൽ ഒരു കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നോട്ട് പുസ്തകങ്ങളും പേനയും മറ്റുമെല്ലാം ക്ലാസ്മേറ്റുകളിൽ നിന്ന് അപഹരിച്ച് മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു കൊടുക്കും. ആ സന്ദർഭത്തിൽ അവന്റെ ഉമ്മ അവനെ പ്രോത്സാഹിപ്പിക്കും. കാരണം ദാരിദ്ര്യം നിറഞ്ഞു നിൽക്കുന്ന വീടാണ്. നോട്ട്ബുക്കും പെന്നും പഠന സാധന സാമഗ്രികളും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഫ്രീ ആയിട്ട് വന്നാൽ പിന്നെ ദാരിദ്ര്യത്തിന്റെ കൊല്ലാപ്പുകളൊന്നും അറിയേണ്ടതില്ലല്ലോ എന്ന സമാധാനത്തിൽ മാതാവ് കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. മിടുക്കൻ, ജീവിക്കാൻ പഠിച്ചവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പ്രശംസിച്ചു. അവസാനം ഒരു വലിയ കള്ളനായി മാറി. കഥയുടെ അവസാനത്തിൽ മോഷണക്കുറ്റത്തിൽ പിടിക്കപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ഇവനെ തൂക്കിലേറ്റാൻ വിധിക്കുകയാണ്. കഴുമരത്തിലേറാൻ പോകുന്നതിന്റെ മുമ്പ് അവനോട് ചോദിക്കുന്നു, നിന്റെ അന്ത്യാഭിലാഷം എന്താണ്? അവസാനത്തെ ആഗ്രഹം എന്താണ്? പറയാമോ? ഇയാൾ മറുപടി പറയുന്നു, എനിക്ക് എന്റെ മാതാവിനെ ഒന്ന് കാണണം, എന്റെ ഉമ്മയെ കാണണം. ആളുകൾ ചിന്തിച്ചു, ഇത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ധാരണയാണ്. മരിക്കാൻ പോകുന്ന നിമിഷം, ജീവിതത്തിൽ കടന്നുപോയ നന്മകളും തിന്മകളുമായ നിമിഷങ്ങളൊക്കെ ഒരു ഫ്ലാഷ് ബാക്കിൽ എന്ന പോലെ കടന്നു വരുന്ന നിമിഷമാണ്. ഒരു ചലച്ചിത്രത്തിൽ എന്നതുപോലെ ഹൃദയത്തിന്റെ മാറാപ്പുകൾ മാച്ചുകൊണ്ട് കടന്നു വരുന്ന നിമിഷമാണ്. അതുകൊണ്ട് ഉമ്മയെ കാണാൻ ഇവൻ കൊതിക്കുന്നുവെങ്കിൽ കൊതിക്കട്ടെ. മാതാവിനെ കൊണ്ടുവരപ്പെട്ടു. കഴുമരത്തിലേറാൻ പോകുന്നതിന്റെ മുമ്പ് അവസാനത്തെ ആഗ്രഹം പോലെ നൊന്തുപെറ്റ മാതാവിനെ കാണാൻ വേണ്ടി വന്ന ഈ മകൻ മാതാവിന്റെ തോളിലേക്ക് ചാടിക്കയറുകയാണ്. ആ മാതാവിന്റെ ചെവി കടിച്ചു പറിക്കുകയാണ്. ആളുകൾ അത്ഭുതപ്പെട്ടു പോയി, എന്താണ് ഇവൻ ചെയ്യുന്നത്? ഇത്ര വലിയ മോഷണക്കുറ്റത്തിന് പിടിക്കപ്പെട്ട് കഴുമരത്തിലേറാൻ പോകുന്ന ഈ ദുഷ്ടന് ഇനിയും തന്റെ ദുഷ്ടത്തരത്തിൽ നിന്ന് മാറാൻ സമയമായില്ലയോ? ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥരോടും ആളുകളോടുമായിട്ട് ഈ കഥാപാത്രം പറയുകയാണ്, നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഞാൻ ഇന്ന് കഴുമരത്തിലേറുന്നുവെങ്കിൽ സത്യത്തിൽ ഈ കുറ്റത്തിൽ കുറ്റവാളിയായിട്ടുള്ളത് ഞാൻ മാത്രമല്ല. എനിക്ക് ഈ കുറ്റങ്ങളിൽ സപ്പോർട്ട് തന്നത്, എന്നെ ഇത്ര വലിയ മോഷണക്കാരനാക്കി മാറ്റിയത്, എന്നെ ലോകമറിയുന്ന ഒരു തസ്കര വീരനാക്കി പരിവർത്തനം ചെയ്യിച്ചത് എന്റെ ഈ നിൽക്കുന്ന ക്രൂരയായ മാതാവാണ്, വിവരമില്ലാത്ത ഉമ്മയാണ് എന്ന് ഈ കഥാപാത്രം പറയുന്നു. നോക്കണേ നിങ്ങൾ, ചിൽഡ്രൻ ആർ ലൈക്ക് വെറ്റ് സിമന്റ്,
നനഞ്ഞ സിമന്റ് പോലെയാണ് മക്കൾ. whatever falls on them makes an impression. ആ സിമന്റിൽ, നനഞ്ഞ സിമന്റ് പോലെയുള്ള അവരുടെ ഹൃദയത്തിൽ നന്മയാണോ വന്ന് വീഴുന്നത്, ആ നന്മയുടെ അടയാളങ്ങൾ കാണാം. തിന്മയാണോ വന്ന് വീഴുന്നത്, തിന്മയുടെ അടയാളങ്ങൾ കാണാം. അതുകൊണ്ട് മാതാപിതാക്കളെ, രക്ഷിതാക്കളെ, പ്രത്യേകിച്ച് ഉമ്മമാർ ചിന്തിക്കണം. മാതാവിന്റെ നന്മ ഒരു കുടുംബത്തിന്റെ നന്മയാണ്. അൽ ഉമ്മു മദ്റസതുൻ ഇദാ അഅദത്തഹാ അഅദത്ത ശഅബൻ ത്വയ്യിബൽ അർസാഖി. ഉമ്മ ഏറ്റവും നല്ല പാഠശാലയാണ്. ആ പാഠശാല നന്നായാൽ, ആ പാഠശാലയിൽ നിന്ന് പഠിച്ചു വരുന്ന സന്താനങ്ങൾ നന്നായി. ഉമ്മ നന്നായാൽ ഒരു തലമുറയുടെ നന്നാവലുണ്ടായി. ഉമ്മ നാശമായാൽ ഒരു തലമുറയുടെ നാശവും സാക്ഷാത്കരിക്കപ്പെടുന്നു. പുതിയ തലമുറ നശിച്ചുവെന്ന് നമ്മൾ പരാതി പറയുമ്പോൾ സ്വയം വിലയിരുത്തൽ നടത്തേണ്ടതിന്റെ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം വളരെയധികം ഊന്നൽ നൽകിക്കൊണ്ട് ഉമ്മത്തിനെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. 1921 ഒക്ടോബർ 26 കറാച്ചിയിൽ വെച്ചുകൊണ്ട് വലിയൊരു വിചാരണ നടക്കുന്നു. മൗലാന മുഹമ്മദ് അലി കുറ്റവാളിയായിട്ട് കറാച്ചിയുടെ കോടതിയിൽ നിൽക്കുകയാണ്. ജഡ്ജ് അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ചില വൈരുദ്ധ്യങ്ങൾ ഞാൻ കാണുന്നു. നിങ്ങൾ ഒരേ സമയം ഇന്ത്യക്കാരനാണ്, അതേസമയം നിങ്ങൾ നല്ലൊരു മുസ്ലിമാണ്. ഈ വൈരുദ്ധ്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരേ സമയം നല്ല ഒരു ഭാരതീയനും നല്ല ഒരു മുസൽമാനുമാകാൻ എങ്ങനെ മൗലാന മുഹമ്മദ് അലി നിങ്ങൾക്ക് സാധിക്കുന്നുവെന്ന് ജഡ്ജിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ചങ്കൂറ്റത്തോടുകൂടെ മുഹമ്മദ് അലി എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ സ്വാഭാവികമായും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകങ്ങൾ വന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ കടന്നു വന്നു, ഇഷ്ടം പോലെ കടന്നു വന്നു. ഹദീസുകൾ പറയാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കോടതി മുറിയിൽ മുഴങ്ങിയപ്പോൾ ആ പേരിന്റെ കൂടെ സ്വലാത്തുകൾ അകമ്പടി സേവിച്ചു വന്നപ്പോൾ അമുസ്ലിമായ ജഡ്ജിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് മതപ്രഭാഷണത്തിന്റെ വേദിയല്ലല്ലോ, ഇത് നബിയെ പറയാനും ഹദീസ് പറയാനും സ്വലാത്ത് ചൊല്ലാനുമുള്ള വേളയല്ലല്ലോ. ആ ചോദ്യത്തിന് മറുപടി, ആ അന്വേഷണത്തിന് മറുപടി മൗലാന മുഹമ്മദ് അലിയുടെ ഗാംഭീര്യമാർന്ന ഒരു ഗർജനമാണ്. എന്റെ മുഹമ്മദിന്റെ പേര് പറയാൻ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം ഉച്ചരിക്കാൻ, ആ പേരിന്റെ അകമ്പടിയായിട്ട് സ്വലാത്ത് ഉച്ചരിക്കാൻ എനിക്ക് നീ അനുവാദം നൽകുന്നില്ലെങ്കിൽ നിന്നെ കൊന്നുകളയാനും എന്റെ കൈകൾ മടിക്കുകയില്ല എന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പക്വമതിയായ ഇസ്ലാമിക നായകൻ മൗലാന മുഹമ്മദ് അലി പറയുകയുണ്ടായി. എന്തുകൊണ്ട് വിശുദ്ധ റസൂലിനെ പറയുന്ന സന്ദർഭത്തിൽ അതിനെ എതിർക്കാൻ ശ്രമിച്ചവനെ കൊല്ലാൻ പോലും മൗലാന മുഹമ്മദ് അലിക്ക് തോന്നി. എന്തുകൊണ്ട് ഇത്രമാത്രം വലിയ ആവേശമാ ഹൃദയത്തിൽ വന്നു? രാഷ്ട്രീയം പോലുള്ള രംഗത്ത് വ്യാപരിക്കുന്ന ഒരാൾക്ക്, രാഷ്ട്രീയത്തിന്റെ നൂലാമാലകളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക്, ജീവിതത്തിൽ പോരാട്ടങ്ങളുടെ നിരവധി രണാങ്കണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്ര വലിയ വിശ്വാസം ഉണ്ടാകുന്നത്, ഇത്ര വലിയ പ്രവാചക സ്നേഹം ഉള്ളിലുണ്ടാകുന്നത്? പിൽക്കാല ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ബീഗം ആബിദയെ കുറിച്ചാണ്. മൗലാന മുഹമ്മദ് അലിക്ക് ജന്മം നൽകിയ ബീഗം ആബിദ എന്ന് പറയുന്ന മഹദിയായ പെണ്ണിനെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയാത്ത, അല്ലാഹുവിന്റെ റസൂലിനെ അനുസ്മരിക്കുകയോ റസൂലിന്റെ ഹദീസുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നെങ്കിലും പഠിക്കുകയോ ചെയ്യാത്ത ഒരു ദിവസവും തന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന വാശിയോടുകൂടെ ധാർമ്മിക ജീവിതം നയിച്ച ബീഗം ആബിദ, ആ മാതാവിന്റെ സുഹൃതമാണ് കറാച്ചിയിലെ കോടതി മുറ്റത്ത് മൗലാന മുഹമ്മദ് അലിയുടെ ഗാംഭീര്യം മുറ്റിയ ഗർജനത്തിലൂടെ പുറത്തു വന്നത്. അതാണ് അൽ ഉമ്മു റഊൽ ഇൻ തഅഹദഹുൽ ഹയാ ബിർറൈ ഔറഖ അയ്യമാ ഇറാഖി. നല്ല മാതാക്കളിൽ നിന്ന് നല്ല സമൂഹം ഉണ്ടാകുന്നു, നല്ല രാഷ്ട്രം ഉണ്ടാകുന്നു. ഫ്രഞ്ച് അധിപതിയായി ലോകത്തോളം വളർന്നു വന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് ലോകത്തോട് തന്റെ രാജ്യത്തോട് ചെയ്ത പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, പ്ലീസ് ഗീവ് മീ ഗുഡ് മദേഴ്സ്. എനിക്ക് നിങ്ങൾ നല്ല ഉമ്മമാരെ തന്നാൽ മതി, നല്ല മാതാക്കളെ നൽകിയാൽ മതി. ഐ വിൽ അഫോർഡ് യു എ ഗുഡ് നേഷൻ. നിങ്ങൾക്ക് നല്ല ഒരു രാജ്യം പണിതു തരാൻ, നിങ്ങൾക്ക് നല്ല ഒരു രാഷ്ട്രം പണിതു തരാൻ ഞാൻ ഒരുക്കമാണ്. എനിക്ക് നല്ല മാതാക്കളെ നൽകൂ എന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ചിന്തിക്കണേ, നമ്മൾ
ജീവിതത്തിൽ മാതാപിതാക്കൾ സന്താനങ്ങൾക്ക് മാതൃകയാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാ കാലത്തും പ്രസക്തമാണ്. മാതാപിതാക്കൾക്ക് നൽകാൻ കഴിയുന്നതും ഇക്കാലത്ത് അവർ നൽകാൻ ഏറ്റവും കൂടുതൽ മടിക്കുന്നതുമായ ഒരു കാര്യമുണ്ട്. വളരെ ഗൗരവത്തോടുകൂടെ എന്റെ സദസ്സ് കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്ന് അനുഗ്രഹം ചൊരിയുന്ന വാക്കുകളാണ്. ഇന്ന് ശാപം ചൊരിഞ്ഞാലും ഇല്ലെങ്കിലും അനുഗ്രഹം ചൊരിയാൻ മടിക്കുന്ന മാതാപിതാക്കളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്തിന്? മക്കളെ കാണുമ്പോ അസ്സലാമു അലൈക്കും എന്ന ഇസ്ലാമിന്റെ ഏറ്റവും പ്രശസ്തമായ സുന്ദരമായ അഭിവാദ്യ വാചകം പോലും പറയാൻ മടി കാണിക്കുന്നവരാണ് ഇസ്ലാമിക സംസ്കാരം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന മലബാറിൽ തന്നെ ജീവിക്കുന്ന നമ്മുടെ അവസ്ഥ അല്ലേ? മാതാപിതാക്കൾ മക്കളെ കാണുമ്പോൾ സലാം ചൊല്ലുന്ന ശീലം, മക്കൾ മാതാപിതാക്കളെ കാണുമ്പോൾ സലാം ചൊല്ലിയിട്ട് അഭിവാദ്യം ചെയ്യുന്ന ശീലം പോലും നമുക്കില്ലാതെ പോയിരിക്കുന്നു. 10,000-കണക്കിന് മദ്രസകൾ നടത്തുന്നവരാണ് നമ്മൾ. എന്നിട്ട് എന്തുകൊണ്ട് ഒരു മാതാപിതാക്കളുടെ മുമ്പിലെത്തുമ്പോൾ മക്കൾക്ക് സലാം പറയാൻ തോന്നുന്നില്ല? മക്കളോട് മാതാപിതാക്കൾ സലാം ചൊല്ലുന്നില്ല. ഇത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. മാതാപിതാക്കളുടെ നാവ് അനുഗ്രഹവും ശാപവും ചൊരിയാൻ കഴിയുന്ന നാവ്, ആ നാവ് വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭാസമാണെന്ന് വിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറയുകയുണ്ടായി, ദുആഉൽ വാലിദീനി വലദിഹി കദുആഇൻ നബീ ലി ഉമ്മത്തിഹി. ഒരു പ്രവാചകൻ തന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ നടത്തുന്ന പ്രാർത്ഥന പോലെ പ്രധാനമാണ്. പ്രവാചകന്മാരുടെ ദുആ പോലെ പ്രസക്തമാണ്. മക്കളുടെ കാര്യത്തിൽ, മക്കളുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങളും ശാപങ്ങളും അവരുടെ പ്രാർത്ഥനകളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒരു പക്ഷേ കള്ളു കുടിക്കുന്നവരായിരിക്കാം, തെറ്റ് ചെയ്യുന്നവരായിരിക്കാം, പലിശ തിന്നുന്നവരായിരിക്കാം, ഒരുപാട് അപാകതകൾ കാണിക്കുന്നവരായിരിക്കാം. നമ്മൾ സ്വയമായിട്ടൊരു കാര്യം ദുആ ചെയ്താൽ ആ ദുആക്ക് വലിയ എഫക്റ്റ് ഇല്ലാത്തവരായിരിക്കാം. എന്നാലും സ്വന്തം സന്താനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഓരോ വാചകവും അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ മൂല്യമുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾ അമ്പിയാക്കന്മാരെ പോലെയാണ്, അവരുടെ നാവിന്റെ വില എന്നാണ് പ്രവാചകന്റെ ഭാഷ്യം. ഇത് ഗൗരവത്തോടുകൂടെ കേൾക്കേണ്ടതാണ്. അമ്പിയാക്കന്മാരായ ആളുകൾ ഉമ്മത്തിന് പ്രതികൂലമായിട്ട് ദുആ ചെയ്യുമ്പോൾ ഉമ്മത്ത് നശിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് തന്റെ ഉമ്മത്തിന്റെ നാശത്തിന് വേണ്ടിയാണ്. സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പായ ഒരു സന്ദർഭത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് തേടി, റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹുവേ, ഈ ഭൂമുഖത്ത് ഒരാളെയും അവശേഷിപ്പിക്കരുതേ തമ്പുരാനെ. പ്രപിതാക്കന്മാരായ ആളുകളുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അവയെ വിഗ്രഹങ്ങളായി ആരാധിക്കുന്ന വിഗ്രഹാരാധകന്മാരായ ഈ ഉമ്മത്തിനെ നശിപ്പിക്കണേ എന്ന് നൂഹ് നബിയുടെ പ്രാർത്ഥന വന്നപ്പോൾ അധികം താമസിയാതെ ഒരിക്കലും ഉറവയെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടാൻ കഴിയാത്ത അടുപ്പിൽ നിന്ന് പോലും ഉറവ് പൊട്ടിയെന്നാണ്. അങ്ങനെ ലോകം മുഴുവനും വെള്ളം കൊണ്ട് മൂടിയെന്നാണ്. തൂഫാൻ വന്നിട്ട് ലോകം മുഴുവനും നശിച്ചു പോയി എന്ന് ചരിത്രമാണ്. എന്നാൽ ഇതിനേക്കാൾ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ, ഇതിനേക്കാൾ വലിയ മോശപ്പെട്ട ഏർപ്പാടുകളിൽ മുഴുകി ജീവിച്ചവർ, അങ്ങനെയുള്ള ഒരു ഉമ്മത്തിന്റെ കാര്യത്തിൽ അങ്ങ് എന്ത് പറയുന്നു എന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് മലക്കുകൾ ചോദിക്കുകയാണ്. അങ്ങയെ കുറ്റപ്പെടുത്തുന്ന ഉമ്മത്ത്, കല്ലെറിഞ്ഞ് ഓടിക്കുന്ന ഉമ്മത്ത്, തെറിയഭിഷേകം ചെയ്യുന്ന ഉമ്മത്ത്, ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്, അള്ളാഹുവിന്റെ അനുവാദവും ലഭ്യമായിട്ടുണ്ട് എന്ന് അറിയിപ്പുമായിട്ട് മാലാഖമാര് വന്നപ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ, അറിവില്ലാത്ത എൻ്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്മനസ്സ് വന്നു. കാരുണ്യക്കടലായ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ദുആ ചെയ്തു. അതുകൊണ്ട് നമുക്ക് നാശം ഉണ്ടായില്ല. ആ സമുദായത്തിന് മാത്രമല്ല, മൊത്തം ഉമ്മത്തിന് തന്നെ നാശമുണ്ടായില്ല. തെറ്റുകുറ്റങ്ങളുടെ ആധിക്യമല്ല, അമ്പിയാക്കന്മാരുടെ മനോഭാവം പോലെയാണ് ഉമ്മത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കപ്പെടുന്നത്. അതുപോലെയാണ് മക്കളുടെ തെറ്റുകുറ്റങ്ങളുടെ മാനദണ്ഡങ്ങൾ നോക്കിയല്ല, മാതാപിതാക്കളുടെ മനോഭാവം പോലെയാണ് മക്കളുടെ ജീവിതത്തിൽ നന്മയും തിന്മയും വരുന്നത്. പലപ്പോഴും മഹാനായ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി ഒരിക്കൽ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, അല്ലാഹുമ്മ അരിനി റഫീഖി ഫിൽ ജന്ന,
അല്ലാഹുവേ, ഞാൻ സ്വർഗ്ഗത്തിൽ പോയാൽ എനിക്കൊരു കൂട്ടുകാരൻ കാണുമല്ലോ. ലികുല്ലി നബിയ്യിൻ റഫീഖും ഫിൽ ജന്ന. ഓരോ പ്രവാചകനും സ്വർഗ്ഗത്തിൽ കൂട്ടുകാരനുണ്ടെന്നാണല്ലോ പറയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ കൂട്ടുകാരൻ ആരാണെന്ന് കാണിച്ചു തരാമോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു വഹി നൽകുന്നു, നീ ഈ വഴിയിൽ തന്നെ നിൽക്കുക. ഈ വഴിയരികിലൂടെ ആദ്യമായി കടന്നു പോകുന്ന ആളാരാണോ അവനാണ് നിന്റെ കൂട്ടുകാരൻ. മൂസാ നബി ആകാംക്ഷയോടുകൂടെ കാത്തു നിൽക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ ആ വഴിയിലൂടെ കടന്നു പോകുന്നു, തികച്ചും സാധാരണക്കാരനായ ഒരാൾ. ആ മനുഷ്യനെ അനുധാവനം ചെയ്തു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അവൻ കടന്നു പോകുന്നത് ഒരു ചെറ്റപ്പുരയിലേക്കാണ്. അവിടെയുള്ള വൃദ്ധയായ ഒരു പെണ്ണിനെ ശുശ്രൂഷിക്കുന്നു, അവൾക്ക് വേണ്ട മരുന്ന് കൊടുക്കുന്നു, ഔഷധങ്ങൾ സേവിക്കാൻ പറയുന്നു. ആ വൃദ്ധയായ സ്ത്രീ എന്തോ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു. അല്പം കഴിഞ്ഞുകൊണ്ട് ഇവൻ പുറത്തു വന്ന് ഈ യുവാവിനെ സമീപിച്ചുകൊണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, കൊണ്ട് പിറുപിറുക്കുന്നതായി ഞാൻ കേട്ടുവല്ലോ. മകൻ പുഞ്ചിരിയോടുകൂടെ പറഞ്ഞു, അത് പിറുപിറുക്കുന്നതല്ല, പ്രാർത്ഥനയാണ്, എനിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. മൂസാ നബിയുടെ സ്വർഗ്ഗത്തിലെ സഹചാരിയാക്കേണമേ എന്നാണ് എന്റെ ഉമ്മയുടെ പ്രാർത്ഥന. ഈ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതം ശൈലിയിൽ പറഞ്ഞു, സഹോദരാ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ല. അന മൂസ ഇബ്നു ഇമ്രാൻ, നിങ്ങളുടെ മാതാവിന്റെ പ്രാർത്ഥനയിൽ മുഴങ്ങി നിൽക്കുന്ന കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന പ്രവാചകൻ ഞാൻ തന്നെയാണ്. ഞാൻ ഇന്ന് റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ, എന്റെ സ്വർഗ്ഗത്തിലെ സഹചാരിയെ ഒന്ന് കാണിച്ചു തരാമോ? ആ ചോദ്യത്തിനുള്ള മറുപടിയായി അല്ലാഹു എനിക്ക് കാണിച്ചു തന്നത്, സഹോദരാ, നിങ്ങയാണെന്ന് ഹസ്രത്ത് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആലോചിച്ചു നോക്കണേ സുഹൃത്തുക്കളെ, ലോകത്ത് ഉയർന്നു വന്നിട്ടുള്ള ഓരോ മഹാനുഭാവന്റെയും ജീവിതം പരിശോധിച്ചാൽ മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന്റെ വലിയൊരു അംശം കാണാം. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ വാലിദെ മർഹൂമാക്കി യാദ്മേ എന്ന് പറയുന്ന കവിതയിൽ സ്വന്തം മാതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. കിസ്കോ അബ് ഹോഗാ വതൻ മേ ആഹ് മേരെ ഇന്തിസാർ, എന്റെ കഷ്ടമേ, എന്റെ നഷ്ടമേ, എന്റെ ജീവിതത്തിന്റെ ദുരന്തമേ, എന്റെ കത്ത് വരാൻ വൈകുമ്പോൾ, എന്റെ സന്ദേശം വരാൻ വൈകുമ്പോൾ അസ്വസ്ഥതയോടുകൂടെ എന്നെ കാത്തു നിൽക്കുന്ന ഈ മാതാവിനെ തിരിച്ചു തരാൻ ലോകത്തിന് ഏത് ശക്തിക്കാണ് കഴിയുക? കിസ്കോ അബ് ഹോഗാ വതൻ മേ ആഹ് മേരെ ഇന്തിസാർ, എന്നെ കാത്തിരിക്കുന്ന ഒരു വനിത. കോൻ മേരാ ഖത്ത് ന ആനേ സേ രഹേഗാ ബേഖറാർ, എന്റെ കത്തു കാണാതാകുമ്പോൾ അസ്വസ്ഥ ചിത്തയാകുന്ന ഒരു വനിത. അങ്ങനെയുള്ള ഒരു മാതാവിനെ തിരികെ നൽകാൻ ഇനി ലോകത്തേത് ശക്തിക്കാണ് സാധിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങുന്ന ആ വിലാപ കാവ്യത്തിന്റെ മധ്യത്തിൽ അല്ലാമ ഇഖ്ബാൽ പറയുന്നുണ്ട്, ഈ മാതാവിന്റെ അനുഗ്രഹത്തിന്റെ അംശമല്ലയോ ആകാശത്തോളം എന്നെ ഇന്ന് ഉയർത്തിയിരിക്കുന്നത്? ഞാൻ കാവ്യലോകത്ത് അത്ഭുതങ്ങൾ പിന്നിട്ടുവെങ്കിൽ, ഞാൻ ദാർശനിക സബരിയിൽ മഹാസാഗരങ്ങൾ തീർത്തുവെങ്കിൽ, അതിവിടെ കിടക്കുന്ന മാതാവിന്റെ പുണ്യമാക്കപ്പെട്ട നാവിലൂടെ കടന്നു വന്ന അനുഗ്രഹവചസ്സിന്റെ ഒരു ഫലം മാത്രമാണെന്ന് അല്ലാമ ഇഖ്ബാൽ 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ പ്രബോധകന്മാരിൽ ഒരാളായിരുന്ന ഹസ്രത്ത് അലി മിയാൻ സാഹിബിന്റെ ഓട്ടോബയോഗ്രഫിയായ കാരവാനെ സിന്ദഗി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു. റായ്ബറേലിയിൽ നിന്ന് മാതാവയക്കുന്ന കത്തുകൾ, ആ കത്തിലെ ഓരോ വരിയിലും തുളുമ്പുന്ന അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനകൾ, അതാണ് അനാഥത്വത്തിന്റെ കൈപ്പുനീരുകൾക്കിടയിലും എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത്. അനാഥത്വത്തിന്റെ കൈപ്പുനീരുകൾക്കിടയിലും ജീവിതത്തിന്റെ മധുരം മണയാതെ പോയത് എന്റെ മാതാവിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. മാതാപിതാക്കളുടെ നാവിന്റെ വില അമ്പിയാക്കന്മാരുടെ നാവിനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. ചെറിയ അനുഗ്രഹം മതി വലിയ ഫലമുണ്ടാക്കാൻ. മുബാറെ ഖാത്തിറിൽ അബുൽ കലാം ആസാദ് ഉദ്ധരിക്കുന്ന ഒരു കവിതയുണ്ട്. ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് പറയുന്ന കവിതയാണ്. ഖലീലും മിൻക യക്ഫീനി വലാകിൻ ഖലീലുക ലാ യുഖാലു ലഹു ഖലീലു, നിന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും ഒരൽപ്പം ലഭിച്ചാൽ മതി, പക്ഷേ വലാകിൻ ഖലീലുക ലാ യുഖാലു ലഹു ഖലീലു, നീ നൽകുന്ന അല്പമായ സമ്മാനത്തെ സംബന്ധിച്ച് അല്പം എന്ന് വിശേഷിപ്പിക്കുവാൻ ഞാൻ ഒരുക്കമല്ല. നീ നൽകുന്ന എന്തും എനിക്ക് അമൂല്യമാണ്. മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് ലഭിക്കുന്ന ചെറിയ അനുഗ്രഹം പോലും മക്കളുടെ ജീവിതത്തിൽ ചെലുത്തുന്നത് വലിയ സ്വാധീനമാണ്.
നിങ്ങൾക്കറിയുമോ ഇമാം സമഖ്ശരി പരിശുദ്ധ ഖുർആനിന് ആദ്യമായിട്ട് ബൃഹത്തായ ഒരു വ്യാഖ്യാനം എഴുതാൻ ധൈര്യം കാണിച്ച സമഖ്ശരി, ആ ഇമാം സമഖ്ശരിയെ കുറിച്ചുള്ള അവതാരത്തിൽ കാണാം, ലൗലാ ഹാദൽ ഖുസജുൽ അറജ് ലബഖിയൽ ഖുർആന ബിക്റൻ ലം തുഫല്ല. ഈ മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ, ഈ മുടന്തനായ മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആൻ ആരാരും സ്പർശിക്കാത്ത ഒരു പ്രതിഭാസമായി തീർന്നേനെ എന്ന് ആർക്കാർക്കും തൊടാനും പരാമർശിക്കാനും ഉപയോഗിക്കാനും അർത്ഥം പറയാനും വ്യാഖ്യാനിക്കാനും കഴിയാത്ത ഒരു പ്രഹേളികയായി അവശേഷിച്ചിരുന്നേനെ എന്ന് പറയുന്നു. ഇവിടെ ഇമാം സമഖ്ശരി എന്ന മഹാപണ്ഡിതൻ എന്തുകൊണ്ട് മുടന്തനായി? സമർക്കന്ദിലെ മലമുകളിൽ മലയുടെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ മലയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഐസ്ബർഗുകൾ താഴെ വീണുകൊണ്ട് കാലിൽ തട്ടി കാലൊടിഞ്ഞു പോയി ഇമാം സമഖ്ശരി. ആ ഇമാം സമഖ്ശരിയുടെ കാലുകൾ ഒടിഞ്ഞു പോയി. വൈദ്യശാസ്ത്രത്തിന്റെ അന്നത്തെ സംവിധാനങ്ങൾ അപര്യാപ്തമായതിനാൽ ഒടിഞ്ഞ കാലുമായി മുടന്തനായിട്ട് ജീവിക്കേണ്ടി വന്നു. ആ കാലത്ത് ആരോ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് ഇത്ര വലിയ ഒരു ദുരന്തം അങ്ങയുടെ ജീവിതത്തിൽ വന്നുവെന്ന് പറയാൻ കഴിയുമോ? ഓർമ്മയുടെ അറകളിലൂടെ ഒരുപാട് പിന്നോട്ട് പാഞ്ഞ ശേഷം ഇമാം സമഖ്ശരി നോവുന്ന ഒരു അനുഭവം പറയുകയുണ്ടായി, നൊമ്പരപ്പെടുത്തുന്ന ഒരു സംഭവം വിശദീകരിക്കുകയുണ്ടായി. എന്റെ കുഞ്ഞുനാളിൽ ഞാൻ മഹാവികൃതിയായിരുന്നു, ഞാൻ കാണിക്കാത്ത കുസൃതികളില്ലായിരുന്നു. വികൃതി പയ്യനായ എന്റെ മാതാവിനെ അശേഷം കണ്ടുകൂടായിരുന്നു. വിവരമില്ലാത്ത എന്റെ മാതാവ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും എന്റെ വികൃതി കാരണം എന്നെ വെറുത്തിരുന്നു. ആ ഇടക്ക് എന്റെ മാതാവ് സ്നേഹത്തോടുകൂടെ വളർത്തുന്ന ഒരു കുരുവിയുടെ കാലുകൾ ഞാൻ അബദ്ധത്തിൽ ഒടിച്ചു കളഞ്ഞു. എന്റെ മാതാവ് വാത്സല്യത്തോടുകൂടെ വളർത്തുന്ന കുരുവിയുടെ കാലുകൾ ഞാൻ അബദ്ധത്തിൽ ഒടിച്ചു കളഞ്ഞു വന്നു കണ്ടപ്പോൾ വിവരമില്ലാത്ത എന്റെ മാതാവ്, സ്വന്തം നിലയും വിലയും അറിയാത്ത എന്റെ മാതാവ് വന്നുകൊണ്ടൊരു ശാപത്തിന്റെ വാക്കുമൊഴിഞ്ഞു, നീ എന്റെ കുരുവിയുടെ കാലുകൾ ഒടിച്ചു കളഞ്ഞുവെങ്കിൽ നിന്റെ കാലുകൾ കാലം ഒടിച്ചു കളയുമെടാ. ഇമാം സമഖ്ശരിയുടെ വിവരമില്ലാത്ത സാധാരണക്കാരിയായ മാതാവിന്റെ ശാപമാണ്, എന്റെ കുരുവിയുടെ കാലുകൾ നീ ഒടിച്ചു കളഞ്ഞുവെങ്കിൽ നിന്റെ കാലുകൾ കാലം ഒടിച്ചു കളയുമെന്ന ശാപത്തിന്റെ വാക്ക് അതൊരു പക്ഷേ നൈമിഷികമായ ദേശത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതായിരിക്കാം. പറഞ്ഞിട്ടെന്ത് കാര്യം? പരിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതൻ, പതിനായിരക്കണക്കിന് ശിഷ്യഗണങ്ങളുടെ ജീവിതത്തിൽ വിജ്ഞാനത്തിന്റെ പ്രകാശതാവല്യം പകർന്ന മഹാപണ്ഡിതൻ, എന്നിട്ടും മാതാവിന്റെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇമാം സമഖ്ശരിക്ക് സാധിച്ചില്ല എന്നുള്ളത് ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് പലപ്പോഴും നമുക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം, നമ്മളൊക്കെ സദാചാര പോലീസാകാൻ കൊതിക്കുന്നവരാണ് എന്നാണ്.